നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി പുതിയ ജി കെയെ കൊണ്ടുവന്നു. പഴയ ജി കെമാരിൽ ഒരാളോട് ക്ലബ്ബ് വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം ഫബ്രിസിയോ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നു. എന്തായാലും ഒഫീഷ്യലായിട്ട് ഇന്നലെ പ്രഖ്യാപനം വന്നു. ജെയിംസ് ട്രഫോർഡിനെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നു. 27 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് അദ്ദേഹത്തെ ബേൺലിയിൽ നിന്ന് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ട്രഫോർഡ് മാഞ്ചസ്റ്റർ സിറ്റിയിലൂടെ വളർന്നു വന്നയാളാണ്. അവരുടെ യൂത്ത് ടീമിലുണ്ടായിരുന്നു. പിന്നീട് സിറ്റിയുടെ സീനിയർ ടീമിൽ സ്ക്വാഡിൽ ഇടമുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന താരം 2021 ലോണിൽ പോയി, 22 ബോൾട്ടൺ വാണ്ടേഴ്സിൽ ലോണിൽ പോയി. പിന്നെ ബേൺലിയിലേക്ക് 2023 അദ്ദേഹം ജോയിൻ ചെയ്യുകയായിരുന്നു. ആ ബേൺലിയിൽ നിന്നാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നത്. 22കാരനായിട്ടുള്ള താരത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. താരത്തിനും വലിയ പ്രതീക്ഷയുണ്ട്. താരം പറയുന്നത്, ഐ വാണ്ടഡ് ടു ബി ബാക്ക്, ഐ ലവ് ദിസ് ക്ലബ്, ഐ കാൺറ്റ് വെയിറ്റ് ടു പ്ലേ ഫോർ ദീസ് കളേഴ്സ് എന്നാണ് അദ്ദേഹം ആവേശത്തോടു കൂടി ഇപ്പോൾ പറയുന്നത്. മടങ്ങി വരവിൽ അദ്ദേഹം വളരെ ആവേശത്തിലാണ്. അപ്പം ചോദ്യം, എഡേഴ്സൺ ക്ലബ്ബ് വിടുമോ, അതല്ല മറ്റേതെങ്കിലും ജി കെ പുറത്താക്കുമോ, അല്ലെങ്കിൽ പുറത്താക്കുക എന്നല്ല, അവിടെ നിന്ന് ഒഴിവാക്കുമോ? അതിനുള്ള ഉത്തരം കൂടി ഫബ്രിസിയോ നൽകുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ഹാവ് ഇൻഫോംഡ് സ്റ്റെഫാനോ ഒർട്ടേഗ ദാറ്റ് ഹി ക്യാൻ ലീവ് ദി ക്ലബ് ദിസ് സമ്മർ ഫോളോയിങ് ട്രഫോർഡ്സ് അറൈവൽ. അപ്പോൾ എഡേഴ്സിൻ്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ സ്റ്റെഫാനോ ഒർട്ടേഗയോട് ഇപ്പോൾ കാര്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഈ സമ്മറിൽ ക്ലബ്ബ് വിടാം എന്ന്. സോ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ട്രഫോർഡ് വരുന്നു, ഒർട്ടേഗയ്ക്ക് പുറത്തേക്ക് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.